ഹായ്, എൻ്റെ പേര് അനുശ്രീ. കാലിക്കറ്റ് ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിബ്ലിംഗ് റിവൽറി ഡിസോർഡറിനെ കുറിച്ചാണ്. ഈ ഒരു സിബ്ലിംഗ് റിവൽറി എന്നുള്ള ടേം ചിലപ്പോൾ പലർക്കും ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന പല കുട്ടികളിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. ഇപ്പം ഒരു പുതിയതായിട്ട് ഒരു അനിയൻ അനിയത്തിയൊക്കെ ഉണ്ടാവാൻ പോകുന്ന സമയത്ത് ചില കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇനി ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും അതുപോലെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ചില കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് ഒരു ജലസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പാരൻസിന്റെയും ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ അറ്റൻഷൻ, അഫെക്ഷൻ ഇതൊക്കെ ഈ കുട്ടിയിലേക്ക്, ചെറിയ കുട്ടിയിലേക്ക് മാത്രം ആയി പോകുന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു ജലസി ഒക്കെ ഉണ്ടാവുന്നത്. അധിക കേസുകളിലും ഈ ഒരു ജലസി അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒരു മൈൽഡ് ലെവലിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ചില കുട്ടികളിൽ ഇതൊരു ലെവൽ കഴിഞ്ഞ് ഒരു അബ്നോർമൽ ലെവലിലേക്ക് ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് മാറാറുണ്ട്. ഇപ്പൊ ഈ ഒരു കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഈ ജലസി കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അവർ. ഇവർക്ക് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇനി ഈ കുട്ടികൾ എപ്പോഴും പാരൻസിന്റെ അറ്റൻഷനും അഫെക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടിയുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി കൂടുതലായിട്ട്, അതായത് ഒരു സിവിയർ ലെവലിലല്ല ഈ ഒരു സിബ്ലിംഗ് റിവൽറി ഉള്ളതെങ്കിൽ അവർ കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടിയുമായിട്ട് ഒന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ ഒരു പോസിറ്റീവ് റിഗാർഡ് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. തൻ്റെ അനിയനാണ് അനിയത്തിയാണ് എന്നുള്ള ഒരു പരിഗണനയൊന്നും കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അതുപോലെ ഇവർ തമ്മിൽ ഒരു പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഒന്നും, ഒരു ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ ഒന്നും നടക്കുന്നുണ്ടാവില്ല. ഇനി ഈ കുറച്ചും കൂടെ സിവിയർ ആണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഫൈറ്റുകളിലൊക്കെ ഏർപ്പെടുന്നുണ്ടാവും. അതുപോലെ ഓവേർട്ട് ഹോസ്റ്റിലിറ്റി കാണിക്കുക, കുട്ടികളോട് ഭയങ്കരമായിട്ട് വെറുപ്പ് കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കാം. ഈ കുട്ടികൾ ബേബീഷ് ബിഹേവിയേഴ്സ് കാണിക്കാം. ഈ പാരൻസിൻ്റെ ഒക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളെ മാറിയിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇവർ മുമ്പ് അക്വയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്കില്ലുകൾ, അതായത് ഇപ്പോൾ ബവൽ കൺട്രോൾ അല്ലെങ്കിൽ ബ്ലാഡർ കൺട്രോൾ, ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഇവർക്ക് ലോസ് ചെയ്യുന്ന രീതിയിലേക്കും വരാറുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ കോപ്പി ചെയ്യുന്നുണ്ടാവും പാരൻസിന്റെ അറ്റൻഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവർ പാരൻസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുക, അതുപോലെ പാരൻസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുക, ടെമ്പർ ടാൻട്രംസ് കാണിക്കുക, ഇനി ഭയങ്കര അൺഹാപ്പിനെസ് ഒക്കെ കാണിക്കുന്നുണ്ടാവും. ഈ ഒരു അൺഹാപ്പിനെസ് അവർക്ക് ചിലപ്പോൾ അവർ പിന്നീട് ഒരു ആൻസൈറ്റി, അതുപോലെ തന്നെ സോഷ്യൽ വിത്ഡ്രോവൽ കാണിക്കുന്നതിലേക്കൊക്കെ മാറാം. ഇപ്പം മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്ടിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലാവുന്ന സമയത്ത് അവരുടെ സ്ലീപ്പിനൊക്കെ അത് ബാധിച്ചു തുടങ്ങാം. ഉറക്കമില്ലാതെ ആവാം. ഇനി കുട്ടികൾ എപ്പോഴും ഈ ബെഡ് ടൈമിൽ പാരൻസ് കൂടെ വേണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ ആവാം. അതുപോലെ അവരുടെ സ്റ്റഡീസിനെയൊക്കെ ചിലപ്പോൾ ഇത് ബാധിച്ചു തുടങ്ങാം. ഇനി ചെറിയ കുട്ടീനെ എപ്പോഴും ഇവരെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു സിബ്ലിംഗ് റിവൽറി ഉണ്ടാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, എപ്പോഴും ഈ ഫസ്റ്റത്തെ ബേബി എന്ന് പറയുന്നത് പാരൻസിന് ഒരു എക്സ്പെരിമെന്റൽ ഫേസ് ആണ്. അതായത് ഈ കുട്ടിക്ക് എന്തൊക്കെ മാക്സിമം സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അപ്പം ചെയ്തു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് പോകുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പം പെട്ടെന്ന് ഈ ഒരു ഇളയ കുട്ടി വരുന്ന സമയത്ത് അവർ ആ ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പം പാരൻസ് ആണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടായിരിക്കില്ല. അപ്പം പെട്ടെന്ന് ഈ ഒരു എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ അറിയാണ്ടായി പോകുന്നുണ്ട്. പിന്നെ ഈ പാരൻസ് അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ചില മിസ്റ്റേക്സ് കുട്ടികളിൽ ഈ ഒരു സിബ്ലിംഗ് റിവൽറി ഉണ്ടാവുന്നതിന് കാരണമാവാം. ഇപ്പം പാരൻസ് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കളറ് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി, സ്റ്റഡീസിൽ എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് ഇതിനെയൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം മൂത്ത കുട്ടിക്ക് കുറച്ചും കൂടെ എന്താണ്, ചെറിയ കുട്ടീനെ വെച്ചിട്ടാണ് പാരൻസ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അടുത്ത് ഒരു ജലസ്യം കാര്യങ്ങളും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവർ വാശി പിടിക്കുന്ന സമയത്ത് പലപ്പോഴും പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, നീ മൂത്തതല്ലേ, അവൻ ഇളയതല്ലേ, അവന് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കുട്ടികൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം ഇളയ കുട്ടി കുറച്ചും കൂടെ നല്ല ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് പാരൻസ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ ഈ മൂത്ത കുട്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു അസംഷൻ ഉണ്ടാക്കും. അതായത് പാരൻസിന് ഈ ഇളയ കുട്ടിയോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള ഒരു അസംഷൻ ഉണ്ടാക്കും. ഈ ഒരു അസംഷൻ അവർ പിന്നീട് അതൊരു ബിലീഫ് ആക്കിയിട്ട് മാറ്റും. ഇളയ കുട്ടിയോടാണ് പാരൻസിന് ഇഷ്ടം എന്നുള്ള രീതിയിൽ അവർ പിന്നെ അതിനെ ബിലീഫാക്കി മാറ്റും. അപ്പം ഇതൊക്കെ ഈ ഒരു സിബ്ലിംഗ് റിവൽറിയിലേക്ക്
ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില സമയത്ത് ഈ ഒരു സിബ്ലിംഗ് റിവൽറി കുറച്ച് കഴിഞ്ഞ് അഡൾട്ട്ഹുഡിലേക്കും കൂടെ പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഈ ഒരു സിബ്ലിംഗ് റിവൽറി കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് ആദ്യമേ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു ഇളയ കുട്ടി വരാൻ പോകുന്ന ആ ഒരു സമയത്തെ മൂത്ത കുട്ടിക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരൊരു ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ആവാൻ പോവാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ചിലപ്പോൾ കുട്ടി ചെറുതാണ്, കുട്ടിക്ക് നമ്മൾ കുറച്ച് കെയർ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മൂത്ത കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കണം. പിന്നെ പാരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഈക്വാലിറ്റി, ഈ രണ്ട് കുട്ടികൾക്കും എന്ത് കാര്യങ്ങളാണെങ്കിലും ഈക്വാലിറ്റി അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഗേൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബോയ് ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാതിരിക്കുക. പിന്നെ ഈ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ മുന്നിൽ വെച്ചിട്ട് ഈ കുട്ടികളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒരു സിബ്ലിംഗ് റിവൽറി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പിന്നീട് കുട്ടികൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടാവാനും പിന്നെ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സ്റ്റഡീസിലൊക്കെ പുറകോട്ട് പോകുന്നതിനൊക്കെ കാരണമാവാം. അപ്പം ഇനി ചില പാരൻസിന് ഈ ഒരു സിബ്ലിംഗ് റിവൽറി കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പം അവർക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്താറുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിങ്ങിലൂടെ, അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, പിന്നെ പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ തെറാപ്പി, മൈൻഡ്ഫുൾ ബേസ്ഡ് തെറാപ്പി, ഇത്തരത്തിലുള്ള തെറാപ്പികളിലൂടെ ഈ ഒരു സിബ്ലിംഗ് റിവൽറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ജലസി അല്ലെങ്കിൽ ഒരു റിവൽറിയിലേക്ക് കുട്ടികൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്, അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഇതുപോലുള്ള ഡിസ്കഷൻസ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.